റിയാസ് KMR പുതിയ അതിഥികളുമായി എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. റിയാസ്, ആരാണ് അതിഥിക്കൂട്ടം? നമ്മളിവിടെ ഒരു എന്താ പറയുക, ഒരു സംഗീത സദസ് അങ്ങോട്ട് തുടങ്ങുക അല്ലേ? എന്താ പേരെന്താ? നന്ദഗോപൻ. എവിടുന്ന വരുന്നത്? കൊല്ലം, കൊട്ടാരക്കര. ആഹാ, കൊട്ടാരക്കര വാഴും ഗജാസൻ ഗണേശൻ അല്ലേ? അതെ അതെ. കൊട്ടാരക്കര ഗണപതിയുടെ നാട്ടിൽ നിന്ന് വരുന്ന നന്ദഗോപനാണ്. നന്ദഗോപൻ മത്സരിച്ചത് തബലയിൽ. ശേഷം ആദ്യമായിട്ടാണ് ഒരു കൊല്ലംകാരനെ കാണുന്നത് അല്ലേ? ഈ വന്നിട്ട് ഫുള്ള് പാലക്കാടായിരുന്നു, ഇപ്പോഴാണ് ഒരു കൊല്ലംകാരനെ കാണുന്നത്. കൊല്ലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലത്തായിരുന്നു. നല്ല മനുഷ്യരാണ്, നല്ല സ്നേഹമുള്ള മനുഷ്യരാണ്. അതിൻ്റെ ഒരു സ്നേഹം അനുഭവിച്ച് ഞങ്ങൾ കുറേ ദിവസം അവിടെ കൊല്ലത്തുണ്ടായിരുന്നടാ. അവിടെ ഉണ്ടായിരുന്നു, കൊല്ലത്ത് ആശ്രമ മൈതാനിയിൽ വന്നായിരുന്നോ? ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് വരുന്നതാ. ഇപ്പം തുടർച്ചയായിട്ട് ഇപ്പൊ 3ാം തവണയാണ് സംസ്ഥാന കലോത്സവത്തിന്. കോഴിക്കോടും വന്നു. എ ഗ്രേഡ് അടിച്ചു. എ ഗ്രേഡ് ആണ്. 3 വർഷം എ ഗ്രേഡ് തബലയില്. 3 വർഷം എ ഗ്രേഡ്. തബലയില് ഹാട്രിക്ക് നേടി ഇരിക്കുവാണ്. അപ്പോ നന്ദഗോപ, നമുക്ക് തബലയിലെ ആ പെർഫോമൻസ് കണ്ടിട്ട് ബാക്കി വിശേഷങ്ങൾ വരാം. ഓക്കെ, റെഡി അല്ലേ? അരെ വാ, കലക്കി. നന്ദഗോപൻ കാണുമ്പോ എനിക്കും കൂടെ ഒന്ന് പഠിക്കണം എന്നൊക്കെ തോന്നിപ്പോ. എനിക്കൊന്ന് പഠിപ്പിച്ചു തരും 2 അതെങ്ങനെയാ ചെയ്യണ്ടേ? അങ്ങനെയല്ലടാ, അതാ ഞാൻ പഠിപ്പിച്ചുതരാം. എങ്ങനെയാ? ഒരു ശ്രമമാണ്, പഠിക്കാനുള്ള ഒരു ശ്രമമാണ്. പ്രാക്ടീസ് വേണം. ഇത് ചെണ്ടയല്ല, തബലയാണ് എന്നുള്ളതാണ്. തബലയുടെ മുകളിൽ ചെണ്ട കൊട്ടുന്ന പോലെ അല്ലേ? അങ്ങനെ പറ്റില്ല അല്ലേ? ഇല്ല, പറ്റത്തില്ല. തീർച്ചയായിട്ടുള്ള പ്രാക്ടീസ് ഉണ്ടെങ്കിലേ പറ്റും. തീർച്ചയായിട്ടും. അല്ല, അതുകൊണ്ടാണ്, അതിന് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാനൊക്കെ തബല പഠിക്കാഞ്ഞത് എന്നുള്ളതാണ് സത്യം. അല്ല, അതെന്തായാലും നന്നായി, പഠിക്കാത്ത എന്തായാലും നന്നായി. കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരു ഭീഷണി ആയാലേ. പിന്നെ വേറെന്തൊക്കെയാ ഉള്ളത്? ഈ പിന്നെ ഉപകരണ സംഗീതം വേറെ പഠിക്കുന്നുണ്ടോ? ഇല്ല, തബല മാത്രമേ ഉള്ളൂ. സന്തോഷ് കൊട്ടാരക്കരയുടെ ശിഷ്യനാണ് ഞാൻ. എത്ര വർഷമായി തബല പഠിക്കാൻ തുടങ്ങിയിട്ട്? ആരാ ഗുരു? സന്തോഷ് കൊട്ടാരക്കരയാണ്. തബല പഠിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 5 വർഷമായി. 3 വർഷം കലോത്സവത്തിലും പങ്കെടുത്തു. ഈ തബലയിൽ എങ്ങനെ ഇൻട്രസ്റ്റ് വന്നേ? തബലയിൽ എനിക്ക് പണ്ട് തൊട്ടേ ഇൻട്രസ്റ്റ് ആയിരുന്നു. അല്ല, അതായത് ഇത് കാണുമ്പോഴേ നന്ദഗോപ, ഇതിങ്ങനെ അടുത്തേക്ക് നീക്കി വെച്ചിട്ട് നമ്മൾ ഈ തബല കാണുമ്പോൾ എനിക്ക് മനസ്സിൽ ഓർമ്മ വരുന്ന പാട്ട്, എന്തേ ഇന്നും വന്നീല, എന്നോടൊന്നും ചൊല്ലീല, അനുരാഗം മീട്ടും ഗന്ധർവൻ, നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരൻ. ആ സാധനം അല്ലേ? പാട്ട് ഇല്ല, തബല മാത്രമേ ഉള്ളൂ. ഒരു പാട്ടും കൂടെ കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട്. അതെ, ഒരു പാട്ട് 2 വരി. പാട്ട് പാട് തന്നാൽ തബല വായിക്കാം. എന്തേ ഇന്നും വന്നില്ല അല്ലേ? നോക്കാം.
അതെ. അപ്പോൾ നമുക്ക് എന്തായാലും അതിന് തയ്യാറാവാം. അതിന് ഇപ്പോൾ ഇനിയിപ്പോൾ മറ്റ് വിശേഷങ്ങളിലേക്ക് വേറെ മത്സരങ്ങളുണ്ടോ? വേറെ മത്സരമില്ല, തബല മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് കേട്ടോ. ഹൈസ്കൂൾ വിഭാഗം